ഹലോ നമസ്കാരം. എൻ്റെ ആദ്യത്തെ ഡെയിൻമെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ പരിപ്പുര ഉണ്ടാക്കുമ്പോൾ അതിനുള്ള എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് കുക്കറിലിട്ടു. അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാലോ അല്ലേ? വേണമെങ്കിൽ ഞാൻ റെസിപ്പി പിന്നീടാം. പിന്നെ ഞാൻ ചോറ് വെക്കാനുള്ള അരി ഇവിടെ റെഡിയൊക്കെയാണ്. നമ്മുടെ ഇവിടെ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. ഞാൻ അരി അളന്നെടുക്കുകയാണ്. നമ്മൾ കുക്കറിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ കുക്കറിൽ പരിപ്പ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിച്ചു വരണം. പിന്നെ ക്ലീനിങ് നമ്മൾ കുക്കിങ്ങിനൊപ്പം തന്നെ കൊണ്ടുപോകലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഹോൾ അടിച്ച് വരേണ്ടിരുന്നു. ഹോൾ അടിച്ചേരി വേറെ 2 റൂമും പിന്നെ ഒരു ഡൈനിങ് ഹാളും ഉണ്ട്. അത് ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല, കാരണം ഫോൺ വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് അവിടെ കുക്കർ നമ്മൾ അടുപ്പ് കയറ്റി ചോറിൻ്റെ പിന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളം ഇവിടെ പാകം ചെയ്യാൻ കേട്ടോ. അതിലേക്ക് നമ്മൾ നന്നായി മറ്റേ ആവശ്യം ഇടില്ല, അതാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെന്താ പിന്നെ മീൻ പൊരിക്കാൻ മീനും ചിക്കനൊന്നും വാങ്ങാൻ പറ്റില്ല. അപ്പം നമ്മൾ ഉണക്കമീനോട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. ഉണക്കമീൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവില്ല. ഞാനിവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിച്ചു. ഞാനത് വെള്ളം ഒഴിച്ച് കുത്തിട്ട് വെച്ചു. ഇനി നമുക്ക് ക്ലീനിങ് കുറച്ചും കൂടി ഉണ്ട്. അവരുടെ ലിറ്ററിങ് സാൻഡ് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അവരുടെ വെള്ളം, പിന്നെ അവരുടെ ക്യാറ്റ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. ഇതൊക്കെ കഴുകാൻ കൊണ്ടുപോകാൻ കേട്ടോ. അതൊക്കെ കഴുകി കൊണ്ടുവന്നോ. നമ്മളിനി അതിലേക്ക് റീഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. എന്നും വെള്ളം മാറ്റി കൊടുക്കും കേട്ടോ. എന്നും വെള്ളം ക്ലീനായിട്ട് തന്നെ വെച്ച് കൊടുക്കും. ഇതായിട്ട് കൂട്ടിൽ വേറെ വെച്ച് കൊടുക്കണം സെപ്പറേറ്റ് ആയിട്ട്. ഈ ഒരു പാത്രം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര വത്താണ്. കുറച്ച് പൈസയുള്ളൂ, പക്ഷെ നല്ല ഉപകാരമാണ്. നമ്മുടെ വീട്ടിലെങ്കിലും നല്ല ഫ്രഷ് വാട്ടർ അന്ന് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അവരത് ആ ഒരു ഹോളിൽ നിന്ന് കുടിക്കണതനുസരിച്ച് കറക്റ്റ് അതിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നമ്മൾ വാങ്ങി വെച്ചിട്ട് നല്ല വൃത്തിയായിട്ടൊരു പ്രോഡക്റ്റാണ്. ഈ പാത്രം നമുക്ക് ഇങ്ങനെ എടുക്കാനും പറ്റും. നമുക്ക് വാഷ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഫുഡ് നമുക്ക് ഇന്നത്തേക്ക് വേണ്ടത് രാവിലത്തേക്കും വൈകുന്നേരം വരെയുള്ള ഫുഡ് നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് കൈക്ക് നന്നായി കഴുകാം. മീൻ ഏറെക്കുറെ ഒന്ന് പുതിർന്നിട്ടുണ്ട് തോന്നണം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല വെക്കണം. മസാല മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം. ഉപ്പ് പിന്നെ അതിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അതിൽ മസാല, അതിന് വേണ്ട മസാലയൊക്കെ പുരട്ടിയോടെ വയ്ക്കാം. നമുക്ക് പരിപ്പ് വറവിടാനുണ്ട്. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് സെയിം പാൻ തന്നെയാണ് നമ്മൾ മീൻ വറുക്കാൻ പോകുന്നത്. അപ്പോൾ സെയിം ജസ്റ്റ് ഒന്ന് വറവിടാനല്ലേ, നമുക്ക് വറവിടാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിയത് ഒഴിച്ചതിന് ശേഷം നമുക്ക് മീൻ പൊരിക്കാൻ വേണ്ടി വെക്കാം. ജസ്റ്റ് എന്താണ് കരിവേപ്പിലയും മുളകും കടുകും മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു സിമ്പിൾ പരിപ്പ് പറയാൻ. ഇവിടെ കരിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട്. പുറത്ത് മരങ്ങൾ ഇഷ്ടം പോലെ കരിവേപ്പില ഉണ്ടാകുന്നുണ്ടോ ഒന്നിനും ക്ഷാമല്ല. നമ്മൾ പരിപ്പ് വേണമെങ്കിൽ കടഞ്ഞ് വെക്കായിരുന്നു. ഞാൻ കടഞ്ഞില്ല, നല്ല വേവ് ഉണ്ടായത് കൊണ്ട് കടഞ്ഞിട്ടില്ല. ഇനി നമുക്ക് മീൻ വറുക്കാം നോക്കാം. എണ്ണ വെച്ചു, കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീൻ പതുക്കെ ഓരോന്നും തമ്മിച്ചെടുക്കാം. ഇത് ഒരിക്കലും തന്നെ എല്ലാവർക്കും അറിയാലോ, അതിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു തരണ്ടെന്ന് വയ്ക്കും. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇളക്കി വയ്ക്കുന്നത് അടി പിടിക്കാതിരിക്കാനാണ്. നോൺ സ്റ്റിക്ക് അല്ലല്ലോ, ഞാൻ അടി പിടിക്കാതിരിക്കാനാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുന്നത്. ഉണക്കമീൻ അങ്ങനെ വീട്ടിൽ വെക്കലില്ല. ഒന്നാമത് താല്പര്യം. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.